തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 27 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബിജെപി. തമിഴ്സൈ മൈലാപ്പൂരിൽ മത്സരിക്കും. എൽ മുരുകൻ അവനാശിയിൽ നിന്ന് ജനവിധി തേടും. 5 വനിതകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് പ്രഖ്യാപിച്ചത്. കെ അണ്ണാമലയ്ക്ക് സീറ്റില്ല. നോബൽ മാരിക്കാരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, 5 വനിതകളുണ്ട്, അണ്ണാമലയ്ക്ക് സീറ്റില്ല. എങ്ങനെയൊക്കെയാണ് പട്ടിക? ശ്രുതി, ഇപ്പോൾ 27 പേരുടെ പട്ടികയാണ് ബി.ജെ.പി. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ അണ്ണാമലയ്ക്ക് സീറ്റില്ല എന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ബി.ജെ.പി. നേതൃത്വവുമായി ഉടക്കി നിൽക്കുകയാണ് എന്ന റിപ്പോർട്ടുണ്ടായത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം വന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ അണ്ണാമല കഴിഞ്ഞ ദിവസം എത്തിയില്ല എന്ന വിമർശനം എല്ലാം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ചെന്നൈ സീറ്റിലാണ് നേരത്തെ അണ്ണാമലയെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. ചെന്നൈ സീറ്റിലടക്കം ഇപ്പോൾ എന്താണെങ്കിലും അണ്ണാമലയുടെ പേര് ഈ പട്ടികയിൽ ഒരു മണ്ഡലത്തിലും പരിഗണിച്ചിട്ടില്ല എന്ന് വേണം എടുത്തു പറയാൻ. കേരളത്തിലടക്കം അണ്ണാമല ബി.ജെ.പിയുടെ പ്രചരണത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം എത്തുകയൊക്കെ ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. കഴിഞ്ഞ നാളുകൾക്ക് സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുമ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. DMK സർക്കാരിന് നിരന്തരം സമരം ചെയ്ത ആളാണ്. എന്താണെങ്കിലും ബി.ജെ.പിയുടെ ആദ്യഘട്ട പട്ടിക വരുമ്പോൾ കെ അണ്ണാമലയ്ക്ക് ഇപ്പോൾ സീറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പട്ടിക നോക്കുകയാണെങ്കിൽ തെലങ്കാനയിലെ മുൻ ഗവർണറായിട്ടുള്ള തമിഴ്സൈ സൗന്ദരരാജന് സീറ്റുണ്ട്. ചെന്നൈയിൽ മൈലാപ്പൂരിലാണ് അവർ മത്സരിക്കുന്നത്. നിലവിലത്തെ കേന്ദ്രമന്ത്രി എൽ മുരുകൻ അവിനാശിയിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. അതോടൊപ്പം സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ സാത്തൂരിൽ മത്സരിക്കും. കോയമ്പത്തൂർ നോർത്തിൽ വാനതി ശ്രീനിവാസനാണ് ഇപ്പോൾ സീറ്റ് നൽകിയിരിക്കുന്നത്. ഇതാണ് അതിന്റെ പട്ടിക. മൊത്തം 27 പേരുടെ പട്ടികയിൽ 5 പേർ വനിതകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ സൂചിപ്പിച്ച തന്നെ കെ അണ്ണാമലയ്ക്ക് സീറ്റ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. പ്രധാനമായും ബി.ജെ.പി. നേതൃത്വവുമായി അണ്ണാമലയെ ഒട്ടും രസത്തിലല്ല പോകുന്നത്. അതിന്റെ ഭാഗമായുള്ള വെട്ടിനിർത്തലാണോ ഇന്ന് സംശയമാണ്. എന്താണെങ്കിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന വരും ദിവസങ്ങളിൽ അണ്ണാമല എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നതും പ്രധാനപ്പെട്ട. കാരണം പ്രധാനമന്ത്രി എത്തുന്ന ചടങ്ങിൽ പോലും അദ്ദേഹം സ്വീകരിക്കാൻ എത്തില്ല എന്ന് പറയുമ്പോൾ എത്രയും അതിർത്തിയിലാണ് അണ്ണാമല ഉള്ളത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആദ്യ പട്ടികയിൽ ഇപ്പോൾ എന്താണെങ്കിലും അണ്ണാമലയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. എന്തായാലും കോയമ്പത്തൂർ സീറ്റിൽ വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ നിലനിൽക്കുകയായിരുന്നു. അണ്ണാമലയ്ക്ക് സീറ്റില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. കൂടുതൽ രൂക്ഷമാകും തർക്കം എന്നുള്ളതാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.